നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഏവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. 1202 കൊല്ലവർഷം ചിങ്ങമാസം പിറക്കുകയാണ്. അതായത് 2026 ഓഗസ്റ്റ് 17. ഒരു പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. ഇന്ന് ഈ വീഡിയോയിലൂടെ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര എന്നീ 6 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ചിങ്ങമാസത്തിലെ സമ്പൂർണ്ണ മാസഫലമാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. ചിങ്ങമാസം അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അനുയോജ്യമായ മാസമാണ്. ഗ്രഹനില അനുസരിച്ച് പ്രതികൂല അനുഭവങ്ങളെ മറികടന്ന് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ജോലിയിൽ തടസ്സം നേരിട്ടിരുന്നവർക്ക് ആശ്വാസകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ്. പുതിയ തൊഴിലവസരങ്ങൾ തേടിയെത്താം. ബിസിനസ് നടത്തുന്നവർക്ക് പങ്കാളികളുമായി തർക്കങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത പുലർത്താൻ ശ്രമിക്കുക. അപ്രതീക്ഷിത ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായി. അതിനാൽ അനാവശ്യമായ നിക്ഷേപങ്ങളിൽ നിന്നും വായ്പകളിൽ നിന്നും മാറ്റി നിൽക്കുക. കുടുംബത്തിൽ സഹോദരങ്ങളുമായോ ബന്ധുക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. രക്തസമ്മർദ്ദം, തലവേദന തുടങ്ങിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യം ശ്രദ്ധിക്കുക. ദോഷപരിഹാരത്തിനായി ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് അർച്ചന നടത്തുക. ദേവീ ക്ഷേത്ര ദർശനവും ദോഷശമനത്തിന് നല്ലതാണ്. രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാരുടെ പൊതുവായ സ്ഥിതി നമുക്ക് പരിശോധിക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും അനുഭവപ്പെടും. പല മേഖലകളിലും ഉദ്ദേശിച്ച കാര്യങ്ങൾ തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കുന്നതുമാണ്. മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കുന്നതാണ് തൊഴിൽ രംഗത്ത്. പുതിയ സ്ഥാനക്കയറ്റത്തിനോ ജോലി മാറ്റത്തിനോ ശ്രമിക്കുന്നവർക്ക് അനുയോജ്യകാലമായ സമയമാണ്. രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാരുടെ പൊതുവായ സ്ഥിതി പരിശോധിക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും അനുഭവപ്പെടും. പല മേഖലകളിലും ഉദ്ദേശിച്ച കാര്യങ്ങൾ തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് മേലധികാരികളുടെ പ്രശംസ പിടിച്ചു പറ്റാൻ സാധിക്കും. പുതിയ സ്ഥാനക്കയറ്റത്തിനോ ജോലി മാറ്റത്തിനോ ശ്രമിക്കുന്നവർക്ക് അനുയോജ്യമായ സമയമാണ്. കല കായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതുമാണ്. വരുമാന മാർഗങ്ങളിൽ വർധനവുണ്ടാകും. മുൻപ് കൊടുത്ത പണം തിരികെ ലഭിക്കാനും കടബാധ്യതകൾ ഒരു പരിധിവരെ കുറയ്ക്കാനും ഈ മാസം സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും. ഇനി മൂന്നാമത്തെ നക്ഷത്രം കാർത്തിക ആണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് മിശ്രഫലദായകമായ മാസമാണ് ഇത്. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചാൽ പല നേട്ടങ്ങളും സ്വന്തമാക്കാം. വിദേശത്ത് തൊഴിൽ നോക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ പങ്കാളികളെ വിശ്വസിച്ച് വലിയ തുകകൾ വായ്പ നൽകാതെ ഇരിക്കുക. വരവും ചെലവും തുല്യമായിരിക്കും ഈ മാസം. അനാവശ്യമായി പണം ചെലവഴിക്കുന്ന സ്വഭാവം നിയന്ത്രിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. ഉദര സംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ വേണം. ഞായറാഴ്ചകളിൽ ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതും ഉത്തമമാണ്. ഇനി നാലാമത്തെ നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രത്തിന്റെ പൊതുവായ സ്ഥിതി പരിശോധിക്കാം. ചിങ്ങമാസത്തിൽ ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണ് രോഹിണി. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തികച്ചും അനുകൂലമായ സമയമാണ്. ജോലിയിൽ ഉന്നത പദവികൾ തേടിയെത്താം.
സാമ്പത്തികമായി മികച്ച വളർച്ചയുണ്ടാകും. വസ്തുവകകൾ വാങ്ങാനോ വീട് പണി ആരംഭിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാൻ പ്രാണായാമമോ ധ്യാനമോ ശീലിക്കുന്നത് നല്ലതായിരിക്കും. ദോഷപരിഹാരങ്ങൾ ഉണ്ടാകുവാണെങ്കിൽ മാറ്റാനായി തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ആശ്വാസം നൽകും. അഞ്ചാമത്തെ നക്ഷത്രം മകീരമാണ്. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുന്ന മാസമാണ് മകീരം നക്ഷത്രക്കാർക്ക്. ഔദ്യോഗിക രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. ദൂരയാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. എന്നാൽ ഈ യാത്രകൾ വഴി ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായി ചില ചെലവുകൾ വന്നേക്കാം. അതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക. മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെയോ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരുന്ന മാസമാണ്. ചൊവ്വാഴ്ച തോറും മുരുകന് പച്ചക്കർപ്പൂരം സമർപ്പിക്കുന്നതും സുബ്രഹ്മണ്യ ഭജനയും ദോഷപരിഹാരത്തിനായി ചെയ്യുക. ആറാമത്തെ നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസവും ഊർജവും നിറഞ്ഞു നിൽക്കുന്ന മാസമായിരിക്കും ഇത്. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ്. പഠനാവശ്യങ്ങൾക്കോ ജോലിക്കോ ആയി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഫലം ലഭിക്കുന്നതുമാണ്. നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല ലാഭം ലഭിക്കുന്നതാണ്. വഴിമുട്ടി നിന്ന സാമ്പത്തിക സ്രോതസ്സുകൾ വീണ്ടും സജീവവുമാകും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും ബന്ധങ്ങൾ പുതുക്കാനും സാധിക്കും. തിങ്കളാഴ്ചകളിൽ വ്രതമെടുക്കുന്നതും ശിവന് കൂവളമാല അർപ്പിക്കുന്നതും സർവ്വദോഷങ്ങളെയും അകറ്റി ദോഷപരിഹാരത്തിനായി ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയുമാണ് ഈ 6 നക്ഷത്രക്കാരുടെ ചിങ്ങമാസത്തിലെ പൊതുവായ ഫലങ്ങൾ. ഈ ഫലങ്ങൾ നിങ്ങളുടെ ജാതകത്തിലെ ദശാപഹാരങ്ങൾക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമാകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ അടുത്ത നക്ഷത്രക്കാരുടെ ഫലങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഏവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.